എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാനായി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഇതാണ് നമ്മുടെ മ്യൂസിക്കിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനം. അതായത് നമ്മൾ ഏത് ഇൻസ്ട്രുമെൻറ്റ്സ് ആണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഇപ്പം കീബോർഡ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ വയലിൻ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഗിറ്റാർ സ്റ്റാർട്ട് ചെയ്തു, അത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മാത്രം പൂർത്തിയായില്ല. അത് കംപ്ലീറ്റ് ചെയ്യണം. അത് വർഷങ്ങൾ എടുക്കുമായിരിക്കും. ചിലപ്പം നമ്മുടെ കഴിവിനൊത്ത് ചിലപ്പം പെട്ടെന്ന് തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നും വരാം. പക്ഷേ ഇതൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. പലർക്കും ആഗ്രഹമുണ്ട്, ഏതാണ് ഞാൻ ആദ്യം പഠിക്കേണ്ടത്, ഏത് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിച്ചാലാണ് ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുക. ഇതൊക്കെ ഒത്തിരി പേർക്ക്, അതായത് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇൻസ്ട്രുമെൻറ്റ്സ് ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒരു ഡൗട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെല്ലാം കൂടി ഉള്ള ആൻസറാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മൈ നെയിം ഈസ് ക്രിസ് ജോൺ ഫ്രം ആർട്ട് ഓഫ് ഹെവൻ മീഡിയ. നമ്മൾ ആദ്യമായിട്ട് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പം മിക്കവാറും ട്രെൻഡ് എന്ന് പറയുന്നത് ഗിറ്റാർ ആയിരിക്കും. ഓക്കെ, അപ്പം എന്നോടൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, ഈ ഗിറ്റാർ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ഗിറ്റാർ ചിലപ്പോൾ 1 മാസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ, അല്ലെ 2 മാസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ ഗിറ്റാർ വായിക്കുമ്പം എൻ്റെ ഗിറ്റാർ വായന കണ്ടിട്ട് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഇത് 1 മാസം കൊണ്ട് എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ചേട്ടൻ വായിക്കുന്ന പോലെയൊക്കെ വായിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞിരുന്നത്, ഇത് നമ്മൾ ടൈം എന്നുള്ളൊരു കാര്യം ഇതിൽ ഇമ്പോർട്ടൻസ് ആണ് എങ്കിൽ തന്നെയും നമ്മൾ എത്രത്തോളം വില കൊടുക്കുന്നു. കാരണം ഒരു ദിവസം നമ്മൾ 1 മണിക്കൂറായിരിക്കണം ഇൻസ്ട്രുമെൻസിൽ ചിലവഴിക്കുന്നത് എങ്കിൽ, 1 മണിക്കൂർ നോട്ടൊക്കെ പഠിച്ച് 1 മണിക്കൂർ എല്ലാ ദിവസവും ഞാൻ ഇൻസ്ട്രുമെൻ്റ് പഠിക്കാനായിട്ട് ഞാൻ നീക്കി വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ളൊരു സമയം എടുക്കും. ചിലപ്പോൾ 2 വർഷം 3 വർഷമൊക്കെ എടുക്കുമായിരിക്കും ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കാൻ. ഓക്കെ, നേരെ മറിച്ച് ആ 1 മണിക്കൂറിലുപരി ഞാൻ ചിലപ്പോൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ എൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ മ്യൂസിക്കിന് മാത്രമായിട്ട് ഞാൻ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ 4 വർഷം അല്ല 2 വർഷം എന്നുള്ളത് ചിലപ്പം എനിക്ക് 6 മാസം കൊണ്ട് ഇൻസ്ട്രുമെൻ്റ് പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യങ്ങൾ. അപ്പം നമ്മുടെ ഹാർഡ് വർക്കിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. ഇത് ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ഒരു അറിവാണ് കേട്ടോ. കാരണം ഹാർഡ് വർക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് ഇതിൽ. പലരും പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് ആദ്യം പഠിക്കേണ്ടത്, ഏത് ഇൻസ്ട്രുമെൻ്റ് തിരഞ്ഞെടുത്താലാണ് നമുക്ക് ഫ്യൂച്ചറിൽ നല്ല ഗുണമുള്ളത്. ഇപ്പം നിലവിലെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം, ഗിറ്റാർ, കീബോർഡ് ഇതൊക്കെ തന്നെയാണ് ട്രെൻഡായിട്ട് നിൽക്കുന്നത്. കീബോർഡ്, ഗിറ്റാർ. ഇനിയിപ്പം സ്പെഷ്യലായിട്ട് ഞാൻ പറയുകയാണ്, കീബോർഡ് പഠിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ കീബോർഡ് തിരഞ്ഞെടുത്താലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, നമുക്കുള്ള ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും, പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, കീബോർഡിൻ്റെ പ്രത്യേകത, അപ്പം നിങ്ങൾക്ക് ഒരു തോന്നാം, വേറെ ഇൻസ്ട്രുമെൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ തോന്നാം അതെന്താ അങ്ങനെ പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് കീബോർഡിൽ 61 കീ ഉള്ള കീബോർഡുകളാണ്. ഓക്കെ, 5 ഒക്ടീവ് എന്ന് പറയും. സരി ഗമ പധനി, സരി ഗമ പധനി, സരി ഗമ പധനി, സരി ഗമ പധനി, സരി ഗമ പധനി. അങ്ങനെ 5 ഒക്ടീവ് ഉള്ള കീബോർഡാണ് പഠിക്കാനായിട്ടുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള കീബോർഡിസ്റ്റുകൾക്കും നിലവിൽ നമ്മൾ കണ്ടുവരുന്നത്. ഓക്കെ, പിന്നെ 76 കീകളൊക്കെ ഉണ്ട്. അത് പിന്നെ അതിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. ഇത് ഞാൻ ബേസിക് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് പറഞ്ഞതാണ്. ഇത് ഞാൻ പറയാനായിട്ട് കാരണം, നമ്മൾ കീബോർഡ് പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ കീയും നമ്മൾ കാണുന്നുണ്ട്. ഇതാണ്, ഇത് സി ആണ്, ഇത് സി ഷാർപ്പാണ്, ഇത് ഡി ആണ്, ഇത് ഡി ഷാർപ്പാണ്, അല്ലെങ്കിൽ ഇ ഫ്ലാറ്റ് ആണ്. അങ്ങനെ നമുക്ക് ഓരോ സ്കെയിൽ എന്നാണ് പറയുന്നത്. സ്കെയിൽ ബേസ് നമുക്ക് ഓരോരോ റൂട്ട് നമുക്ക് കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഗിറ്റാർ ആകുമ്പോൾ നമുക്ക് 6 സ്ട്രിങ് ആണുള്ളത്. ആ സ്ട്രിങ്ങിൽ നമുക്ക് മൈൻഡ് നന്നായിട്ട് വർക്ക് ചെയ്യണം. ഒത്തിരി ഹാർഡ് വർക്കാണ് കേട്ടോ. ഇനി അത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈസി ആവും, ഇല്ല എന്നല്ല. അതിൽ ഉപരി നിങ്ങൾ ഗിറ്റാറിൽ 1 വർഷം ചിലവഴിക്കുന്നതിൻ്റെ പകുതി 6 മാസം മതിയായിരിക്കും കീബോർഡിൽ നമുക്ക് ഈ ഒരു ടെക്നിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. നമ്മൾ ആദ്യം പഠിക്കുന്നത് കീബോർഡ് ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് കരുതി ഇപ്പം നിങ്ങൾ ഞാൻ ഗിറ്റാർ സെലക്ട് ചെയ്ത് ഞാൻ പഠിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ കീബോർഡിലോട്ട് എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ, ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. നിങ്ങളങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ ഇപ്പം തുടർന്ന് തുടർന്ന് തന്നെ പഠിക്കുക. ഓക്കെ, ഇപ്പം കീബോർഡിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ, അതായത് കീബോർഡ് ആദ്യം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്കെയിൽ ക്യാച്ച് ചെയ്യാനും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്യാച്ച് ചെയ്യാനും സാധിക്കും എന്നുള്ളൊരു മെത്തഡാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്ന് കരുതി ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ നിലവിലുള്ള
ഇൻസ്ട്രുമെന്റ് സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കും. ഗിറ്റാറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഗിറ്റാർ തന്നെ കണ്ടിന്യൂ ചെയ്യുക. വയലിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, വയലിന് തന്നെ കൺട്രോൾ ചെയ്യുക. ഇനിയിപ്പം ഇതിന്റെ കൂടെ നിങ്ങൾ വേണേൽ പഠിച്ചോ കീബോർഡ്. അല്ലാതെ ഒരു ഇൻസ്ട്രുമെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ട്, എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ഇൻസ്ട്രുമെന്റ് പഠിക്കരുത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഏത് ഇൻസ്ട്രുമെന്റ് ആണോ നിലവിൽ തുടരുന്നത് അത് തന്നെ തുടരുക. അതിനുശേഷം അതിന്റെ കൂടെ വേണമെങ്കിൽ ചെറിയൊരു ഹാർഡ് വർക്ക് എടുത്തിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മാറ്റി വെച്ചിട്ട് ദിവസത്തിൽ കീബോർഡ് പഠിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമുക്കറിയാലോ 250 രൂപയ്ക്കാന്ന് തോന്നുന്നു ഇപ്പം ഒരു മാസത്തേക്കൊക്കെ കോഴ്സിന്. പലയിടത്തും പല റേറ്റാണ്. എങ്കിൽ തന്നെ നമ്മൾ ഒരു ഇത്തിരി ഇനിഷ്യേറ്റീവ് എടുക്കുക. ഞാനൊക്കെ 7 വർഷത്തോളം കീബോർഡിന് എടുത്തു കേട്ടോ. പിന്നെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യും. നമ്മൾ എത്രത്തോളം വില കൊടുക്കുന്നോ അത്രത്തോളം നമുക്ക് ഭാവി ലഭിക്കും. ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് വില നമ്മൾ കൊടുക്കുന്നോ അത്രത്തോളം നമ്മൾ ഉയർച്ചയിലെത്തും. എൻ്റെ ഒരു അനുഭവമാണ്. ഒത്തിരി വിമർശനങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. ഈ മ്യൂസിക് മേഖലയിൽ ഒത്തിരി മത്സരങ്ങളുണ്ടാകും. അതുപോലെ ഒത്തിരി നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒത്തിരി മൈനസ് ആയിട്ടുള്ള ടോക്കുകളൊക്കെ ഓരോ ആൾക്കാർ നമ്മളോട് പറയും, കമൻറ്റുകൾ പറയും. ഇതൊന്നും കാര്യമാക്കണ്ട. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് പരമേശ്വരനിൽ നിന്നാണ് മ്യൂസിക് വരുന്നത്. അതായത് ദൈവത്തിൽ നിന്നാണ് മ്യൂസിക്. ഓക്കെ, ഇത് ഒരാളുടെയും ഔദാര്യമല്ല. അപ്പം ഇത് ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ ഇത് ഞാനും ദൈവവുമായിട്ടുള്ള കോണ്ടാക്റ്റ് ആണ്. ഓക്കെ, ദൈവത്തിന്റെ ഒരു അവസ്ഥ തന്നെയാണ് മ്യൂസിക്. അതിൽ ഞാൻ ലയിച്ചു ചേരുന്നു. അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യമാക്കുക, ഇത്രയും കാര്യമായിട്ട് എടുക്കുക. അല്ലാതെ വല്ലോനും പറയുന്നത് നമ്മൾ മനസ്സിൽ വെച്ച് വിഷമിച്ച് നടക്കരുത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്യൂച്ചറിന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അപ്പം ഈ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകുക. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ പാലിക്കുക. നിലവിലുള്ള ഇൻസ്ട്രുമെന്റ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറയുകയാണ്. അതിൽ തന്നെ തുടർന്നുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ കീബോർഡ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് നോക്കിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. ടെലഗ്രാം, ഇപ്പോൾ നിങ്ങൾക്ക് നമ്പർ കാണിച്ച് മെസ്സേജ് ചെയ്യാൻ മടിയാണെങ്കിൽ ടെലഗ്രാമിൽ അണ്ണവനായിട്ട് ഒന്ന് ചാറ്റ് ചെയ്യാം. എന്നിട്ട് എന്നോട് ചോദിക്കാം. ഞാൻ അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് ഗൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്കും വന്ന് എന്നോട് സംശയങ്ങൾ ചോദിക്കാം. ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും റിപ്ലൈ തരും. ഇപ്പം എക്സാമിൻ്റെയൊക്കെ ഒരു തിരക്കിലായിപ്പോയി. അതാണ് കുറേ ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്ത് കുറേ ലേറ്റായിപ്പോൾ ഞാൻ മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ എപ്പോഴൊക്കെ അവൈലബിൾ ആണോ അന്നേരമൊക്കെ ഞാൻ മെസ്സേജ് കാണുമ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകരിച്ചു എന്നും ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പുതിയ വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.